അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പല നിലപാടുകളും ഇപ്പോൾ അമേരിക്കക്കാർക്ക് ഒരു സ്വീകാര്യമല്ല. അവിടെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന് സമാനമായ സാഹചര്യങ്ങളിലേക്ക് അമേരിക്ക നീങ്ങുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ വലിയ പ്രബലമാണ്. അമേരിക്കയിലെ ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമുക്ക് നോക്കണം. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണല്ലോ നമ്മുടെ ട്രംപ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ ഭരിക്കുന്നത് 27 സ്റ്റേറ്റുകളാണ്. ഡെമോക്രാറ്റ്സുകൾക്ക് 23 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ഫെഡറൽ സിസ്റ്റം അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങൾക്കും സ്വതന്ത്രമായ ചില കാര്യങ്ങൾ, മിക്കവാറും കാര്യങ്ങളിലൊക്കെ സ്വതന്ത്ര നിലപാടുകൾ എടുക്കാം. അവിടുത്തെ ഗവർണർമാർക്ക് പൂർണ്ണ അധികാരമുണ്ട്. ഈ അധികാരത്തിന് മേൽ നിർണായക ഘട്ടങ്ങളിൽ ഇതിനെയൊക്കെ അതിലംഘിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന പോലെ അമേരിക്കയുടെ ഫെഡറൽ സർക്കാരിന് നടപടിയെടുക്കാം. അതിനു മാത്രം ഗുരുതരമായ സ്ഥിതിഗതികൾ ഉണ്ടാവണം. ഇപ്പോൾ അതിനു തുല്യമായ ഒരവസ്ഥ ഇപ്പോൾ കാലിഫോർണിയ ഉണ്ടായിരിക്കുക. കാലിഫോർണിയയിലെ ഗവർണർ എന്ന് പറയുന്നത് ഡെമോക്രാറ്റാണ്, ട്രംപിൻ്റെ വിരുദ്ധനാണ്. ഒരുപക്ഷെ 2028 തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാകാൻ വരെ സാധ്യതയുള്ള ആളാണ് കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസം. ഇപ്പോൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുക, നാട് കടത്തുന്ന ഒരു നയം ട്രംപ് എടുത്തിട്ടുണ്ട്. കോടതികളുടെയൊക്കെ വിലക്കുകളുണ്ടെങ്കിലും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപ് കർശനമായ ഡിപ്പോർട്ടിംഗ് നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പോലീസും എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളും വലിയ തോതിൽ ആളുകളെ പുറത്താക്കാനുള്ള നടപടികളൊക്കെ പോകുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം കാലിഫോർണിയയിലുണ്ടായി. കാലിഫോർണിയയിൽ എമിഗ്രേഷൻ്റെ ഓഫീസുകൾക്ക് തീവച്ചു, വാഹനങ്ങൾ കത്തിച്ചു, പോലീസുകാരെ ആക്രമിച്ചു. കാഷ് പട്ടേൽ ഉണ്ടല്ലോ, FBI ഡയറക്ടർ, ഏതെങ്കിലും ഒരു പോലീസുകാരനെ അപ്പം പിടിച്ച് തൂക്കിയിട്ട് ജയിലിടും എന്ന് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ വലിയ തുല്യമായ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രംപ് നാടകീയമായ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അമേരിക്കയുടെ നാഷണൽ ഗാർഡ് എന്ന് പറയുന്ന സേനാ വിഭാഗത്തെ കാലിഫോർണിയയിൽ വിന്യസിച്ചു. ഈ നാഷണൽ ഗാർഡിന് സംസ്ഥാനത്തിനും ഫെഡറൽ ഗവൺമെൻറ്റിനും, അതായത് അമേരിക്കൻ US ഗവൺമെൻറ്റിനും അതത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരേപോലെ അധികാരമുള്ള ഒരു സേനാ വിഭാഗമാണ്. എന്നാൽ പരമാധികാരം ഫെഡറലാണ്. ഇപ്പം US കാലിഫോർണിയ ഗവർണർ ഉത്തരവിട്ടാൽ അതിന് വിരുദ്ധമായൊരു ഉത്തരവ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇട്ട ആ ട്രംപിൻ്റെ ഉത്തരവെ നിലനിൽക്കുക എന്ന് പറയുന്ന പോലെ ഈ കാലിഫോർണിയ ഗവർണറുടെ അനുമതിയോ അറിവോ കൂടാതെ 2000-ഓളം നാഷണൽ ഗാർഡുകളെ അവിടെ വിന്യസിക്കാനായിട്ട് ട്രംപ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുക. എന്നിട്ടും കലാപം ശമിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ട്രംപ് ഇപ്പോൾ ആലോചിക്കുന്നത് US മറീനുകളെ, അവരുടെ നേവൽ കമാൻഡോകളെ കാലിഫോർണിയയിൽ വിന്യസിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പം ഗാവിൻ ന്യൂസം പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് നിങ്ങൾ ഇങ്ങനെ സൈന്യത്തെ ഇറക്കിയിരിക്കുന്നു. അത് കാലിഫോർണിയ സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റാണ്. ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയോ? അതാണ് ഏറ്റവും അപകടകരമായ സ്ഥിതിയാണ്. കാലിഫോർണിയ ഗവർണർ പറയുന്നു, കാലിഫോർണിയ $80 ബില്യൺ നികുതിയായിട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നുണ്ട്, ഫെഡറൽ ഗവൺമെൻറ്റിന്, അമേരിക്കൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങൾ തരത്തില്ല. അപ്പോൾ സ്ഥിതി വീണ്ടും കലുഷമാവുകയാണ്. കാലിഫോർണിയയിൽ നിന്ന് പിരിക്കുന്ന ടാക്സ് ഇനി US ഫെഡറൽ സ്റ്റേറ്റിന് കൊടുക്കില്ല, അത് ഞങ്ങൾ പിടിച്ചു വെക്കും എന്നാണ് കാലിഫോർണിയ ഗവർണർ ഇപ്പോൾ പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. കാലിഫോർണിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ എക്കണോമിക് പവർ ഹൗസ് എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ് കാലിഫോർണിയ. അതായത് ഇപ്പോൾ നമ്മൾ 4.1 ട്രില്യനാണ്, 4.1 ട്രില്യനാണ് അവരുടെ GDP. അതായത് ഇപ്പോൾ അമേരിക്ക, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞാൽ അമേരിക്കയിലെ ഈ സ്റ്റേറ്റിന് ഈ 3 സ്ഥാനം കഴിഞ്ഞാൽ 4ാമത്തെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ GDP ആണ്. സാമ്പത്തികമായി 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, അതായത് അമേരിക്ക, ചൈന, ജർമ്മനി, ഈ 3 രാജ്യങ്ങൾ കഴിഞ്ഞാൽ 4ാമത്തെ രാജ്യം, ഇപ്പോൾ 4ാം സ്ഥാനത്ത് ജപ്പാനെ തള്ളിക്കൊണ്ട് ഇന്ത്യ വന്നിട്ടുണ്ട്. പക്ഷേ 4ാം സ്ഥാനത്ത് വരുന്ന രാജ്യത്തേക്കാൾ കൂടുതൽ വലിയ GDP ആണ് ആർക്ക്? കാലിഫോർണിയക്ക്. അതായത് ഒരു സ്വതന്ത്ര രാജ്യത്തിന് എത്രത്തോളം സമ്പത്തുണ്ടോ അത്രത്തോളം സമ്പന്നമായ മേഖല, സാമ്പത്തിക, അതാണ് അമേരിക്കയുടെ എക്കണോമിക് പവർ ഹൗസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റിന് അത്രയും വലിയ സ്റ്റേറ്റ് ഉണ്ട്. അത് ആ സ്റ്റേറ്റിനെ രാജ്യമായിട്ട് കണക്കാക്കിയ ലോകത്തിലെ 4ാമത്തെ സമ്പദ്ഘടനയാണ് കാലിഫോർണിയ. ആ കാലിഫോർണിയ പറയുന്നു, ഞങ്ങൾ ഇനി പിരിച്ചെടുത്തിരിക്കുന്ന ടാക്സ് $80 ബില്യൺ ഫെഡറൽ അക്കൗണ്ടിന് തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് വലിയൊരു കലാപത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഈ പറയുന്ന കാലിഫോർണിയയുടെ ഈ നിലപാടിലേക്ക് ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന 23 സംസ്ഥാനങ്ങളും കൂടെ മാറിയാൽ ബാക്കി ഇപ്പുറത്ത് 27 റിപ്പബ്ലിക്കൻ സംസ്ഥാനങ്ങളുണ്ട്. അത് ശരിക്കും അമേരിക്കയെ രണ്ടായി പകുത്തു മാറ്റുന്നത് പോലെയാവും.
അത് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകും. ഇപ്പോൾ നാഷണൽ ഗാർഡ്സിനെ അയച്ചെന്ന് പറയുന്നില്ലേ, 1965 അന്നത്തെ പ്രസിഡന്റ് ഉണ്ടായിരുന്ന ലിൻഡൻ പി ജോൺസൺ ആണ് 65 ഇതുപോലെ ഒരു സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തിൻ്റെ അനുമതി കൂടാതെ നാഷണൽ ഗാർഡ്സിനെ അയച്ചു. അവിടെ അലബാമയിൽ നടക്കുന്ന സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം നടത്തിയ ആളുകളെ അലബാമയിൽ അടിച്ചമർത്തിയപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് 65 ഇങ്ങനെ നാഷണൽ ഗാർഡ്സിനെ ഫെഡറൽ ഗവൺമെൻറ് അയച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ പ്രസിഡന്റ് നേരിട്ട് ഉത്തരവിട്ട് ഒരു സംസ്ഥാനത്തേക്ക് ഫെഡറൽ സേനയെ അയക്കുന്നു. മറീനുകളെ കൂടെ അയക്കാൻ പോവുകയാണ്. അപ്പോൾ 1861 മുതൽ 1865 വരെ അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടായിട്ടുണ്ട്, ആഭ്യന്തര കലാപം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 11 സൗത്ത് സ്റ്റേറ്റുകൾ മാറിയിട്ട് തെക്കൻ ഭാഗത്തുള്ള 11 സ്റ്റേറ്റുകൾ ചേർന്നിട്ട് കോൺഫെഡറേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ് വേറൊരു രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 11 പേരും ഇനി അമേരിക്കയുടെ കൂടെയില്ല, ഞങ്ങൾ കോൺഫെഡറേറ്റ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് തീരുമാനിച്ചപ്പോഴാണ് അതിനെതിരെ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടായി. ഈ 11 സംസ്ഥാനങ്ങളും ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ സേനയും അല്ലെങ്കിൽ കേന്ദ്ര സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ അതാണ് 1861 മുതൽ 1865 വരെ ഉണ്ടായ അമേരിക്കൻ സിവിൽ വാർ. അതിന് തത്തുല്യമായ ഒരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നതെന്നാണ് പലരും ആശങ്കപ്പെടുന്നത്. കാരണം ഈ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള സ്പർദ്ധ വളരെ പ്രകടനമാണ്, വളരെ പകയോടെയാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഈ 23 സ്റ്റേറ്റുകളും 27 സ്റ്റേറ്റുകളും രണ്ടായി വിഘടിക്കുന്ന തരത്തിലേക്ക് കാലിഫോർണിയയിലെ ട്രംപിൻ്റെ ഇടപെടൽ മാറുമോ എന്നുള്ള ആശങ്ക ഇപ്പോൾ ഉണ്ട്. അപ്പോൾ മാത്രമല്ല ഈ അമേരിക്കയ്ക്ക് ഒരു നോക്കുമ്പോൾ ഇതൊക്കെ വേണം. പലയിടത്തും വിഘടനവാദങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് അമേരിക്ക എടുക്കുന്നത്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വിളിച്ചിട്ട് എനിക്ക് കുറേ ചിത്രങ്ങൾ അയച്ചു തന്നു. അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സിഖുകാരുടെ പ്രതിഷേധക്കാണ് ഖലിസ്ഥാന് വേണ്ടിയിട്ട് പ്ലോട്ടുകളൊക്കെ ആയിട്ട് 1984 ഞങ്ങൾ മറക്കത്തില്ല. 84 ജൂണിലാണല്ലോ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഒക്കെ നടന്നത്. 84 മറക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെ, ഇന്ത്യക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങളും കൃപാണൊക്കെ പിടിച്ചുകൊണ്ട് തെരുവ് പോരാട്ടങ്ങളും ഒക്കെ കാണിക്കുന്ന പ്ലോട്ടുകളുമായിട്ട് വലിയ ഡെമോൺസ്ട്രേഷൻ, പ്രൊസഷൻ, ഘോഷയാത്ര അല്ലെങ്കിൽ പ്രകടനം ഇന്നലെ അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും നടന്നു. ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന, അനുവാദം കൊടുക്കുന്ന ആരാണ്? ട്രംപാണ്. അപ്പോൾ ഈ മറ്റ് ലോകത്തെ പല രാജ്യങ്ങളിൽ വിഘടനവാദം ഉണ്ടാക്കുകയും സംസ്ഥാനങ്ങൾ യൂണിയൻ ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി ഒത്താശ കൊടുക്കുകയും അതിന് ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നൊക്കെ നയം ആർക്കുണ്ട്? അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതേ നയം ഇപ്പോൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവണം. അമേരിക്കയിലെ സംസ്ഥാനങ്ങൾ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റിനെതിരെയുള്ള നിലപാടെടുക്കുന്നു. ഞങ്ങളിനി ഏറ്റവും ഗുരുതരമായ ഒരു സംസ്ഥാനം പറയുകയാണ് ഞങ്ങളിനി ടാക്സ് തരത്തില്ല എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലാണെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടും നമ്മൾ. ഇപ്പോൾ കേരളം പറയുകയാണ് ഇവിടുന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് ഒന്നും GST ഒന്നും കേന്ദ്ര സർക്കാരിന് തരത്തില്ലെന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ പണിയപ്പം തീരും, എമർജൻസി വരിക എന്നുള്ളതാണ്. അതിന് തത്തുല്യമായൊരു സ്ഥിതിയിലേക്ക് അമേരിക്ക വല്ലാതെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ അവസ്ഥ വളരെ മോശമെന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇലോൺ മസ്ക് വിശ്വസ്തനായി കൂടെ നിന്നിട്ട് മസ്കുമായിട്ട് തെറ്റി. മസ്കിനെ തെറ്റാനുള്ള കാരണം എന്താണെന്നറിയില്ല. തെറ്റാനുള്ള കാരണം, യഥാർത്ഥ കാരണം പുറത്ത് വന്നിട്ടില്ല. പറയുന്നത് ടെസ്ല കാറുകൾക്ക് കൊടുത്തിരുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൊടുത്തിരുന്ന നികുതി ഇളവ് പിൻവലിച്ചതിൻ്റെ പേരിലാണ് മസ്ക് തെറ്റിമാറിയിരിക്കുന്നു പറയുന്നു. അപ്പോൾ ട്രംപിനെതിരെയുള്ള ഒരു പീഡന കേസിലെ കഥയുമായിട്ട് മസ്ക് വരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മസ്കിനെതിരെ നടപടി എടുക്കുമെന്ന് പറയുന്നു. ഉടനെ മസ്ക് ടേൺ അടിക്കുന്നു. അങ്ങനെ വല്ലാത്ത കാലുഷ്യത്തിലേക്ക് അമേരിക്കയിലെ കാര്യങ്ങൾ ട്രംപിൻ്റെ നിലപാടുകൾ, പരസ്പര വിരുദ്ധമായ നിലപാടുകൾ അല്ലെങ്കിൽ വിവേചന ബുദ്ധിയില്ലാത്ത നിലപാടുകൾ അമേരിക്കയെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. അമേരിക്ക ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ അമേരിക്ക ഇടപെട്ടിട്ടാണ് സോവിയറ്റ് യൂണിയനെ, ഗോർബച്ചേവിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയനെ ശിഥിലമാക്കി കളഞ്ഞത്. അമേരിക്കൻ അവർ ഗോർബച്ചേവിൻ്റെ നെറ്റിയിൽ ഒരു കറുത്ത ഒരു മറുകുണ്ടായിരുന്നു. അത് ആ മറുകിനെ കുറിച്ച് അക്കാലത്ത് പറഞ്ഞു കേട്ടത്, കളിയാക്കി പറഞ്ഞതാണ്, നെറ്റിയിൽ അമേരിക്കയുടെ ഭൂപടവുമായി ജനിച്ച ആളാണ് ഗോർബച്ചേവ് എന്ന് പറഞ്ഞിരുന്നത്. ഗ്ലാസ്നെസ്റ്റ്, പെരിസ്ട്രോയിക്ക തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പരിഷ്കരണ നയങ്ങളാണ് സോവിയറ്റ് യൂണിയനെ ചിതറിച്ച് പല രാജ്യങ്ങളാക്കി മാറിയത്. അതുപോലെ ട്രംപ് എന്ന ഈ പ്രസിഡന്റ് ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ അമേരിക്കയെ രണ്ട് ചേരിയാക്കി വിഘടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുമോ? അമേരിക്കയുടെ രണ്ടാം ആഭ്യന്തര കലാപം, രണ്ടാം സിവിൽ വാറിലേക്കാണോ നയിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും അമേരിക്ക വലിയ പൊട്ടിത്തെറിയിലാണ്. കോടതികൾ ട്രംപിനെതിരാണ്. എന്നാൽ ബില്ലൊക്കെ ഞങ്ങൾ പാസ്സാക്കിക്കൊണ്ട് പോകുമെന്ന് റിപ്പബ്ലിക്കൻ മേയർ വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഏതായാലും അമേരിക്കയിലെ കാര്യങ്ങൾ
അത്ര പന്തിയല്ല. ലോകത്ത് മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ എക്കാലത്തും ശ്രമിച്ചുകൊണ്ടിരുന്ന പോലീസുകാരൻ സ്വന്തം മൂട്ടിൽ വെടികൊള്ളുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രംപ് അമേരിക്കയെ മുന്നോട്ട് നയിക്കുമോ, രണ്ടായി വെട്ടിമുറിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.